നിങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ അഭിനേത്രി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം അതേന്നാണെങ്കിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തമ്പ് നിങ്ങൾക്ക് വേണ്ടി 6 മാസം ദൈർഘ്യമുള്ള ഒരു ആക്ടിംഗ് ഡിപ്ലോമ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. തമ്പ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ഈ ഒരു ആക്ടിംഗ് ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് തമ്പിന്റെ ഡയറക്ടർ ശ്രീ രാജേഷ് ചന്ദ്രൻ നിങ്ങൾക്കൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ തരും. ശ്രീ രാജേഷ് ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 40 വർഷക്കാലത്തിലേറെയായി ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിലും ഒരു നാടക അധ്യാപകൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ്. ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു തിയേറ്റർ പേഴ്സണാലിറ്റി കൂടിയാണ് ശ്രീ രാജേഷ് ചന്ദ്രൻ. തമ്പ് തിയേറ്റർ അക്കാഡമി ഫോർ മീഡിയ ആൻഡ് പെർഫോമൻസിൻ്റെ തിയേറ്റർ സ്കൂൾ, തമ്പ് തിയേറ്റർ സ്കൂൾ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സ് നമ്മൾ ഒക്ടോബർ 7 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ 500 മണിക്കൂറുകൾ ഈ 6 മാസം കൊണ്ട് അവർ കവർ ചെയ്യുന്ന സിലബസുകൾ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയും 6ഓളം അധ്യാപകർ ഈ ആക്ടിങ്ങിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ സെഷൻസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈവനിങ് സെഷനുകളായിട്ട് വീക്ക്ലി 5 days എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ 6 മാസത്തെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് 4th ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴ്സിന്റെ ഡയറക്ടർ ശ്രീ അജിത് എം ഗോപിനാഥാണ്. ശ്രീ അജിത് എം ഗോപിനാഥിനെ കുറിച്ച് പറഞ്ഞാൽ നാടകരംഗത്തും സിനിമ, ടെലിവിഷൻ തുടങ്ങിയ ദൃശ്യമാധ്യമ രംഗത്തും ഒരു നടൻ, ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ, ഫിലിം ഡയറക്ടർ എന്നീ നിലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ്. ഈ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു അഭിനയ പഠന കോഴ്സായിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ നമ്മൾ അഭിനയം പഠിച്ചതുകൊണ്ട് മാത്രം ഒരു പ്രൊഫഷണലി ഒരാൾക്ക് ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡേൺ ന്യൂ മീഡിയയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയുക കൂടി ചെയ്യണം. അതുകൊണ്ട് ഒരു സമഗ്രമായ, എസ്തറ്റിക്കലി സമഗ്രമായ ഒരു പഠന പദ്ധതിയായിട്ടാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 500 മണിക്കൂറുള്ള അക്കാഡമിക് ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാകും. അതിനോടൊപ്പം 6 വർക്ക്ഷോപ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ എപ്പോഴൊക്കെ അവർക്ക് സംശയം നിവാരണം നടത്തണോ അപ്പോഴൊക്കെ നമ്മളെ സമീപിക്കുകയും അത് ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. ഈ ഒരു ആക്ടിംഗ് ഡിപ്ലോമ കോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20 സ്റ്റുഡൻസ് ആണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർ ചേർന്നിട്ടുണ്ട്. ഇന്ന് ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. വന്നവരെ നമുക്കൊന്ന് പരിചയപ്പെട്ട് അഭിനയ രംഗത്ത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് അഭിഷേക്. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, വാഴയില. ഞാൻ ആക്ച്വലി ഇവിടെ നമ്മുടെ തമ്പിൽ ജോയിൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്കൊരു ആക്ടർ ആവാനാണ് ആഗ്രഹം. സോ ആക്ടിങ് അധികം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ എനിക്കൊരു സ്കില്ലുണ്ട്. ഞാനത് റിയലൈസ് ചെയ്തു. സോ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ കോൺഫിഡൻസ് കുറവുണ്ട് അത്യാവശ്യം. സോ അതിനെയൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വിശകലനം ചെയ്തിട്ട് അതിന് നല്ലൊരു അറിവ് നേടി അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ പക്ക കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഒരു ഉറപ്പുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ ആക്ടിങ് സ്കില്ല് ഒന്ന് പോളിഷ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. Hi, I'm Krish Ravichandran, new here in Trivandrum, and I'm a doctor. I'm here for my review classes, and I came to know about Thumb Acting School, and I was very intrigued from the reviews that I've come across in the Google and the testimonials of the students. I've always been interested in films and acting ever since as a kid, but never got to pursue it. The way the course is structured and a very modest fee made it possible for me to enroll myself for this course, and at the completion of the course I'm expecting to have skills to be able to attend auditions, or I see this course as a way to have an initiation for the good acting career. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു കോഴ്സിൽ വന്നു ചേരുന്ന പഠിതാക്കൾക്ക് അഭിനയത്തിൻ്റെ 10 തലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു 10 തലങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അഭിനേതാക്കൾക്ക് അവരുടെ അഭിനയം എത്തരത്തിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന്
ഈ ഒരു കോഴ്സിന്റെ ഡയറക്ടർ ശ്രീ അജിത്തൻ ഗോപിനാഥ് പറഞ്ഞു തരുന്നു. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയ സങ്കേതമാണ് ഇവിടെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു തലമുറയ്ക്ക് എപ്പോഴും സിനിമയിലേക്ക് പോകാനുള്ള ഒരു ത്വരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയലിസ്റ്റിക് സമ്പ്രദായമാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഒപ്പം തിയേറ്ററിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തിയേറ്റർ പ്രാക്ടീസും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു മെത്തേഡ് ആക്ടിങ് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ നാടകകാരനായിരുന്ന സ്റ്റാൻസിലോവ്സ്കിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നെ അത് പല ശാഖകളിലേക്കും വ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു 10ഓളം കാര്യങ്ങൾ സ്റ്റാൻസിലോവ്സ്കി പ്രതിപാദിക്കുന്നുണ്ട്. ഈ 10 കാര്യങ്ങളെ നമ്മൾ വിദ്യാർത്ഥികളെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, അവരെ എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ് ഈ കോഴ്സിൽ ഉടനീളം ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. ഈ 10 ടോപ്പിക്കുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് നേരം ആവശ്യമായി വരും. എങ്കിലും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശബ്ദവും ശരീരവും മനസ്സുമാണ് പ്രധാനം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലേക്കാവശ്യമായ ട്രെയിനിങ്, എങ്ങനെ സ്വാഭാവികതയോടെ ഒരു നടനെ പെരുമാറാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കാതിരിക്കാൻ കഴിയും എന്നാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഒരു നടൻ ആവശ്യമില്ലാതെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ നല്ല നടനല്ലാതായി മാറും. അപ്പോൾ അതിലേക്ക് ഈ 10 കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടൻ്റെ ഈ 3 ടൂൾസിന്, ഈ ആസ്പെക്ട്സിന് എങ്ങനെ ട്യൂൺ ചെയ്യാം എന്നുള്ളത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ദിനം പ്രതി കൊണ്ടുപോവുകയാണ് തമ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നടൻ്റെ ഈ 3 ടൂൾസ്, ഇതിനെ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്? അതിനായിട്ട് നമുക്കിവിടെ വോയിസ് ട്രെയിനിങ്ങിൽ ഉള്ള സെഷൻസ് നടത്തും. ബോഡി, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ബോഡി മെക്കാനിസം ഒരു നടൻ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ബോഡി ട്രെയിനിങ്ങുകൾ. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചില സീക്വൻഷ്യൽ ആയിട്ടുള്ള ആക്ടിങ് ട്രെയിനിങ്ങുകൾ. ഏതെങ്കിലും ഒരു സീക്വൻസ് എടുത്തിട്ട് അതിൽ അവരെ കൊണ്ട് പെരുമാറാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ്. ഇപ്പോൾ ക്യാമറയിൽ മുൻപിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, ക്യാമറയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചില സീക്വൻഷ്യൽ ആക്ടിങ്, അതിൽ അവർക്ക് വരുന്ന കറക്ഷൻസ്, ഇതിലൂടെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് പഠിപ്പിച്ചെടുക്കുക എന്നതിലുപരി ഒരാളെ കൊണ്ട് അയാളുടെ മനസ്സിലേക്ക് ഈ ആക്ടിങ്ങിൻ്റെ ടെക്നിക്സ് പതുക്കെ ഇൻഡ്യൂസ് ചെയ്യിക്കുകയാണ് തമ്പിൽ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു കോഴ്സ് ഹൈലി ഇൻറ്റൻസീവ് ആണ്, ഹൈലി കോംപ്രഹെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെയായിരിക്കും ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുക? നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ. കാരണം ഈ ഒരു 500 മണിക്കൂർ ക്ലാസ് കൂടാതെ ഒരു 6 വർക്ക്ഷോപ്സ് കൂടി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അക്കാഡമിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്സും നടത്തുന്നത്. കൂടാതെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സും അതുപോലുള്ളവർ തന്നെയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സായിട്ട് വരുന്നത് അലിയാർ അലി, അതുപോലെ തന്നെ ജിജോ കെ മാത്യു. ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ക്യാമറാമാൻ സുനിൽ PV, ബിജു മോഹൻ, പിന്നെ ഞാനും രാജേഷ് ചന്ദ്രനുമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം കൂടി ഒരു പദ്ധതിയാണ് ഈ ആക്ടിംഗ് പഠന കോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം തുടക്കം മുതൽ ഇവിടം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും ഇതിനോടകം മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത്. ഈ കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്? ഈ 6 മന്ത്സ് ഡിപ്ലോമ കോഴ്സിന് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഫിലിം ആക്ടിംഗ് സ്കൂളുകളിൽ ഏറ്റവും ലീസ്റ്റ് ഫീസ് വേണമെങ്കിൽ പറയാം. 35,000 ആണ് നമ്മൾ 6 മന്ത്സിന് നമ്മൾ കുട്ടികളിൽ നിന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഒരു 4 ടേമായിട്ട് അവർക്ക് പേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും മോഹം ഉണ്ടെങ്കിൽ, ആക്ടിങ് ഒരു പാഷനാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ. ഈ ക്വാളിറ്റി വൈസിനകത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള ഫിലിം സ്കൂളുകളിൽ ഉള്ള സ്റ്റാൻഡേർഡ് ഓഫ് സിലബസ് എന്ന് പറയുന്നത് കൃത്യമായി സ്റ്റഡി ചെയ്തതിന് ശേഷം ഏറ്റവും ക്രീമായിട്ടുള്ള ഒരു സിലബസ് വളരെ അർത്ഥവത്തായ രീതിയിലാണ് നമ്മൾ 3 ബാച്ചും നടന്നിട്ടുള്ളത്. അതിനകത്ത് 8-9 പേർക്ക് സിനിമകളിൽ അവസരം ഉണ്ടായിട്ടുമുണ്ട്. അപ്പം പ്ലേസ്മെൻറ്റിനെ സംബന്ധിക്കുന്ന സാധ്യതകളും ഓഡിഷനുള്ള സാധ്യതകളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് വിജയകരമായിട്ട് നടത്തുന്നത്. സിനിമ, ടെലിവിഷൻ, ഓൺലൈൻ മീഡിയ, OTT തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളുടെ വളരെയധികം സ്വാധീനമുള്ളൊരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് കഴിയുന്നവർക്ക് വളരെയധികം സാധ്യതകളുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതിൽ ഭാഗവാക്കാകുന്നവർക്ക്, അല്ലെങ്കിൽ ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഫിലിമിലും മറ്റ് ചാനലുകളിലും
അവർക്ക് ഡബ്ബിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ വോയിസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു സിലബസിൽ വോയിസ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായിട്ടും ആങ്കർ ചെയ്യാനും ഒക്കെ സാധ്യതകളുള്ള വിവിധ തരങ്ങളിലുള്ള ഓപ്പണിംഗ് ഉള്ളൊരു കാലത്ത് അത്രയും കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിന് മുന്നുള്ള ബാച്ചുകളിലുള്ള ഒരുപാട് പേർക്ക് പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. വളരെ രസകരമായി ഇവർക്ക് അവരുടെ മേഖലകളിലെത്താൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തമ്പ് എന്ന നാടക സംഘത്തെക്കുറിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നത് ഇത് 3ാമത്തെ തവണയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ തമ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു. ആ 2 എപ്പിസോഡുകളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. തമ്പിനെക്കുറിച്ച് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. തമ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? തമ്പ് 2016 നമ്മൾ തിരുവനന്തപുരത്ത് ഇത് ആരംഭിക്കുന്നത്. ഈ ഒരു കൾച്ചറൽ കളക്റ്റീവ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ തമ്പിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് യോഗ സെഷനുണ്ട്, കുട്ടിക്കൂടാരം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റ് സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു പഠന കോഴ്സ് 5 ഇയേഴ്സ് കോഴ്സ് നടക്കുന്നുണ്ട് കുട്ടിക്കൂടാരം. അതുപോലെ തന്നെ മധ്യവേനൽ കൂടാരം എന്ന് പറഞ്ഞിട്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്റർ റെപ്പർട്ടറി ഗ്രൂപ്പും അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സും തിയേറ്റർ സ്റ്റഡി സെൻ്ററായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. ഫിലിം സൊസൈറ്റിയാണ്. ലോകോത്തര സിനിമകൾ, ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ ഒന്നിച്ച് കാണുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുക, ചില ഫിലിം മേളകൾ സംഘടിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫിലിം ആക്ടിംഗ് കോഴ്സ് ഡിപ്ലോമ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. ഇതിന് പുറമെ ഈ 2024 ജനുവരി മുതൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ആക്ടിംഗ് ട്രെയിനേഴ്സിനെ നമ്മൾ 12 മാസം എല്ലാ മാസത്തെയും അവസാനത്തെ 3 ദിവസം ഇൻറ്റൻസ് വർക്ക്ഷോപ്പുകളായിട്ട്, ആക്ടിംഗ് വർക്ക്ഷോപ്പുകളായിട്ട് നമ്മൾ ചെയ്തു വരികയാണ്. അതിൻ്റെ 8th എഡിഷൻ ഒക്ടോബറിൽ നടക്കുന്നു. അത് വളരെ വിജയകരമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഠിതാക്കൾ വന്ന് അതൊരു വലിയ വിജയമായിട്ടുണ്ട്. പാലക്കാട് നിന്നും മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ആൾക്കാർ ഇതിനെ അന്വേഷിക്കുന്ന തരത്തിൽ തമ്പിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ശക്തമായിട്ടൊരു വിജയകരമായി നടക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒന്ന്. അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ആർട്ടിൻ്റെ തന്നെ വിവിധ തലങ്ങളെ പരിശോധിക്കുക, സാഹിത്യം, സംഗീതം, നൃത്തം തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ എക്സ്പേർട്സ് വരികയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും, അങ്ങനെ തമ്പെന്ന് പറയുന്നൊരു വിശാലമായ കുടുംബം പോലെ വളരെ ബ്രാഞ്ചസ് ഉള്ള പല പ്രായങ്ങളിലുള്ള പല ചിന്തകൾ ഉള്ള വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരിടമായി, ഒത്തുകൂടാൻ ഒരിടമായി പ്രവർത്തിക്കുകയാണ്. അതാണ് തമ്പിൻ്റെ ഒരു പ്രധാന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുപ്രധാന കാര്യം കൂടെ പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ഈ ഒരു കോഴ്സ് ആരംഭിച്ചത് ഒക്ടോബർ 6-ാം തീയതിയാണ്. ഒക്ടോബർ 21-ാം തീയതി വരെ അഭിനയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സിൽ വന്ന് ചേരാവുന്നതാണ്. ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.